സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ചിന്തയിൽ ശൈലജ ടീച്ചറുടെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. കെ ശൈലജ എന്ന് പറഞ്ഞാൽ അറിയാം, രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി നിയമസഭയിലേക്ക് എത്തിയ ടീച്ചർ. പിന്നീട് ടീച്ചറിനെ പല വിധത്തിലും കേരളത്തിൽ നിന്നും വെട്ടിയൊതുക്കി മാറ്റുന്നതിനോ പാർട്ടിയിൽ നിന്നും ഇല്ലാതാക്കുന്നതിനു വേണ്ടിയായിരുന്നു പിണറായി വിജയൻ്റെ ശ്രമങ്ങൾ. എന്നാൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നും ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് മാറ്റി മത്സരിപ്പിക്കുന്നു. ഒരു കാരണവശാലും ടീച്ചർ ജയിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. എന്തായാലും ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് ശേഷം ടീച്ചർ ആദ്യമായി തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ തന്നെ ചിന്ത പ്രസിദ്ധീകരണത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ഇടതുപക്ഷം ശക്തമായി തിരിച്ചു വരവ് നടത്തണം എന്നുണ്ടെങ്കിൽ വലിയ വലിയ തിരുത്തലുകൾ നടത്തണം. അത് മേലെത്തട്ടിലും താഴെത്തട്ടിലുമെല്ലാം ഒരുപോലെ തന്നെ തിരുത്തണം. ഈ പാർട്ടിക്ക് ഇതിനു മുൻപും പല അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ തോൽവി എന്ന് പറഞ്ഞത് അതിന് പകരം വയ്ക്കാനില്ലാത്തൊരു തോൽവിയായി മാറുന്നു. നേതാക്കന്മാരുടെ ശൈലി ഈ തോൽവിക്ക് വലിയൊരു കാര്യമായിട്ടുണ്ട്. പെരുമാറ്റ ശൈലിയും സംസാര ശൈലിയും ജനങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് നിരക്കാത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് നിരക്കാത്ത ജീവിത ശൈലിയുമെല്ലാം പിന്തുടർന്ന നേതാക്കൾ സ്വയം തിരുത്തണം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ആ ശൈലി തിരുത്താൻ അവർ തയ്യാറാവണം. ശൈലി മാറ്റത്തിലൂടെ മാത്രമേ ഇനി പാർട്ടിക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ എന്ന് ശൈലജ ടീച്ചർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ചെകിടടച്ച് ഒരടി കൊടുത്തിരിക്കുന്നു ഈ ലേഖനത്തിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അതായത് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറമ്മ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രി. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അവർ 2016 മുതൽ 2021 വരെയുള്ളൊരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് ഓടി നടന്ന് അവിടെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അവർ ഓരോ ആഴ്ചയിലും വരും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടുവെക്കും. അങ്ങനെയായിരുന്നു. അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് വേണ്ട പരിഹാരം ഉണ്ടാക്കാൻ. എന്നാൽ അങ്ങനെ കോവിഡ് കാലത്ത് നിപ്പ കാലത്ത് അവരുടെ ധീരമായ പ്രവർത്തനം വഴി കേരളത്തിന് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാകുകയും ശൈലജ ടീച്ചർ വെച്ചടി കയറുകയാണെന്നും അവരെ ഗ്രാഫ് ഉയരുകയാണെന്നും മനസ്സിലാക്കിയ പിണറായി വിജയൻ ശൈലജ ടീച്ചറെ വെട്ടിമാറ്റി പിന്നീട് കോവിഡിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കലാപരിപാടി വൈകുന്നേരം 6 മണിക്ക് എല്ലാ ദിവസവും ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ശൈലജ ടീച്ചറെ മൂലക്കിരുത്തി പിണറായി വിജയൻ കയ്യടി നീങ്ങി. പിന്നെ അവസാനം കിറ്റും പെൻഷനും കൊടുത്ത് അദ്ദേഹം വോട്ടും നേടി. അങ്ങനെയാണ് ജനങ്ങളെ പറ്റിച്ച് അദ്ദേഹം 2021 ഇലക്ഷൻ അധികാരത്തിൽ വന്നത്. എന്നാൽ ഇതിന് ഏറ്റവും കാരണം കേരളത്തിൽ രമേശ് ചെന്നിത്തല ഓരോ ദിവസവും ഓരോ പുതിയ അഴിമതി പുറത്തു കൊണ്ടുവരുമ്പോൾ ശൈലജ ടീച്ചർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് വഴി അതിനെല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിൽ വലിയൊരു പ്രശസ്തി ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാവുകയും അതിൻ്റെ എല്ലാം നേട്ടം പിണറായി വിജയൻ തന്നെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ശൈലജ ടീച്ചറുടെ ഒരു മികവിലാണ് 2021 ഇവിടെ പിണറായി വിജയന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ എന്താണ് ഉണ്ടായത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് ജയിച്ച അവരെ വെട്ടിമാറ്റി അവർക്ക് ആരോഗ്യമന്ത്രി സ്ഥാനമോ ഒരു മന്ത്രിസ്ഥാനമോ കൊടുത്തില്ല. പകരം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എപ്പോഴും കുഴലൂത്ത് മാത്രം നടക്കുന്ന പിണറായി വിജയന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന വീണ ജോർജ് മന്ത്രിയാക്കി. അതോടുകൂടി ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമാക്കി. 2016 മുതൽ 2021 വരെ ഉണ്ടാക്കിയെടുത്ത ഒരു മികവ് ഒറ്റയടിക്ക് വീണ ജോർജ് വന്നവരുടെ തട്ടിപ്പും വെട്ടിപ്പും മാത്രം, അതേപോലെ അനധികൃത നിയമനം വഴി കോടികൾ ഉണ്ടാക്കുന്നതല്ലാതെ ആരോഗ്യ മേഖലയിലെ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനോ അതിൻ്റെ കൂടെ നിൽക്കാനോ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അവർക്ക് എപ്പോഴും മേക്കപ്പും പൊട്ടിയിടലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ശൈലജ ടീച്ചറുടെ വെട്ടിമാറ്റിയതാണ് 2021 മുതൽ 2026 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ CPM ഗവൺമെൻറ് ഇല്ലാതായി തീർന്നതിൻ്റെ ഒരു കാരണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ല കഴിവുള്ള മന്ത്രിമാരെയെല്ലാം വെട്ടിമാറ്റി തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അഴിമതി നടത്താൻ പറ്റുന്ന ആളുകളെ നിർത്തി താൻ പറയുന്ന പ്രകാരം റബ്ബർ സ്റ്റാമ്പ് പോലെ ഒപ്പിടാൻ കഴിവുള്ളവരെ മാത്രമാണ് മന്ത്രിയാക്കി മാറ്റിയത്. അങ്ങനെ അധികാരം നഷ്ടപ്പെട്ടതിന് പിണറായി വിജയൻ അഹങ്കാരം കയറി 41 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ മാത്രമേ യാത്രയുള്ളൂ, ജനങ്ങളെ കാണില്ല, പരാതി കേൾക്കില്ല. അങ്ങനെ അവസാനം എന്തായി? ജനങ്ങൾ തന്നെ CPM അണികൾ തന്നെ റോഡിലേക്ക് ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങി ഈ CPM ഗവൺമെൻറ്റിന് അടിച്ചോടിക്കേണ്ട ഗതികേട് വന്നു.
അപ്പം മാത്രമല്ല ശൈലജ ടീച്ചറോട് എന്തെല്ലാം വിരോധങ്ങളാണ് ചേർത്തത്. അവരെ മട്ടന്നൂരിൽ വലിയ പ്രശസ്തിയോടെ ജയിച്ചതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി അവരെ വടകര കൊണ്ടിട്ട് അവിടെ തോൽപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. കാഫർ സ്ക്രീൻഷോട്ട് അടക്കം ഉണ്ടാക്കി അവരുടെ പേരിൽ കുറേ കുറ്റാരോപണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം പേരാവൂർ കൊണ്ടിട്ട് വീണ്ടും തോൽപ്പിച്ചു. അവർക്ക് മാന്യമായ സ്ഥാനമോ പരിഗണനയോ പിണറായി വിജയൻ നൽകിയില്ല. കാരണം പിണറായി വിജയൻ്റെ ചിന്ത താൻ എന്തായാലും ഒന്നിനും കൊള്ളാത്ത ആളാണ്, ആ സ്ഥലത്ത് നല്ല കഴിവുള്ള ഒരു ലേഡി അവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരാൾ വന്നാൽ എനിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ ചിന്തിച്ചത്. അവസാനം എന്തായി? എല്ലാവരും തോറ്റു, CPM തോറ്റു, ഇടതുപക്ഷ മുന്നണി തോറ്റു, ജനങ്ങൾ തക്ക ശിക്ഷ നൽകി. ഇപ്പോൾ പടുകുഴിയിലാണ് CPM. അതിനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ അതിൻ്റെതായ ശക്തമായ ചില നടപടികൾ വേണം. അതിന് ആദ്യം വേണ്ടത് മുൻനിരയിൽ നിൽക്കുന്ന പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാരുടെ ശൈലി മാറ്റം മാത്രമല്ല, അവർ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറാവണം. അതാണ് ഇന്ന് ശൈലജ ടീച്ചർ കടന്നാക്രമിച്ച്, പിണറായി വിജയനെയാണ് കടന്നാക്രമിച്ചത്. കൃത്യമായി മുഖത്തടിച്ച് ശൈലജ ടീച്ചർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ പാർട്ടിയിലില്ല, പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ CPM നിന്നുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. CPM തകർത്ത് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ഭാവിയും ഇല്ലാതാകുമെന്നുള്ള അവരുടെ വിഹലതകളാണ് ഇന്നിപ്പോൾ ചിന്തയിലൂടെ അവരുടെ ലേഖനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സാറേ, എടുത്തു പറഞ്ഞിട്ട് 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഈ പാർട്ടിയുടെ പരാജയത്തിന് ശേഷം ഇത്രയും ദയനീയമായ പരാജയം എങ്ങനെ ഉണ്ടായെന്നുള്ള അവലോകനം നടക്കുമ്പോൾ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന സമിതിയിൽ വരെ ചർച്ച ചെയ്തത് ഈ പ്രവർത്തന ശൈലി തന്നെയാണ്. നേതാക്കന്മാരുടെ ഭാഷാപ്രയോഗവും ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ജീവിത ശൈലിയും എല്ലാം എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ പേരെടുത്ത് തന്നെ പലപ്പോഴും പല ജില്ലാ കമ്മിറ്റികളും എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, ആരോപണങ്ങൾ അറിയിച്ചിരുന്നു. MP ഗോവിന്ദനും പിണറായി വിജയനും തന്നെയാണ് പാർട്ടിയെ ഇത്രത്തോളം ദയനീയമായ പരാജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടും സംസ്ഥാന സമിതി ഈ റിപ്പോർട്ടുകൾ പിണറായി വിജയൻ്റെയും MP ഗോവിന്ദനും എതിരെയുള്ള ആ പേരെല്ലാം വെട്ടിയിട്ട് കൂട്ടുത്തരവാദിത്തമായിരുന്നു തോൽവിയുടെ, ഏതെങ്കിലും ഒരു നേതാവിനല്ല നേതൃത്വത്തിന് പൊതുവെ പറ്റിയ ഒരു പരാജയം മാത്രമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കീഴ്ഘടകങ്ങളിലേക്ക് അയച്ചത്. അതിനൊരു മറുപടി എന്നോണം തന്നെയാണ് ശൈലജ ടീച്ചർ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവും പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് ചിന്തയിൽ എഴുതിയിരിക്കുന്നത്. അത് പുനഃപരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് ഇനി തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് ടീച്ചർ അടിവരയിട്ട് ചിന്തയിൽ പറയുമ്പോൾ അത് തിരുത്തേണ്ടത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി തിരുത്തി പാർട്ടിക്ക് വേണ്ട രീതിയിൽ മുന്നോട്ടുള്ള ഗതി ഒരുക്കണം. അതായത് പിണറായി വിജയൻ മാറി നിൽക്കണം എന്നുള്ള വ്യംഗ്യന്തരമായ ഒരു സൂചന തന്നെയാണ് അവിടെ ടീച്ചർ നൽകിയിരിക്കുന്നത്. അതായത് രാജീവ് നേരത്തെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയന്റെ മോന്ത കാണിച്ചിട്ടുള്ള വലിയ ബോർഡുകൾ വെച്ചതാണ് കേരളത്തിന് ഏറ്റവും വലിയ അപകടം പറ്റിയത്, ഇടതുപക്ഷ മുന്നണിക്ക് അപകടം പറ്റിയെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ശൈലജ ടീച്ചർ മറ്റൊരു രൂപത്തിൽ പറയുന്നത്. കാരണം പിണറായിക്ക് ഇഷ്ടപ്പെടാത്ത നേതാക്കന്മാരെ ഒതുക്കുക, ശക്തരായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, ഇവിടെ മാഫിയ ഗ്രൂപ്പുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, അങ്ങനെ തൻ്റെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുക, വലിയ പബ്ലിസിറ്റി കൊടുക്കുക, വ്യക്തിപൂജ നടത്തുക. അങ്ങനെ മാത്രമല്ല അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാ മേഖലയും അഴിഞ്ഞാടി അതിൻ്റെ എല്ലാ മേഖലയും നിയന്ത്രണം വിട്ട് എല്ലാ സ്ഥലത്തും എന്തിന് ശബരിമലയിൽ പോലും കൊള്ള ചെയ്ത രീതികൾ കേൾക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതാണ്. ഏത് സംഭവം ഉണ്ടായി, ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പെരുമ്പളം ദ്വീപിലേക്ക് ഉണ്ടാക്കിയെടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ പാലം, എന്നിട്ട് അതിന് 100 കോടി രൂപ ചെലവാക്കിയിട്ടാണ് പരസ്യം ചെയ്തത്. കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ആ പാല നിർമ്മാണത്തിൽ 30 കോടി രൂപയാണ് അഴിമതി നടന്നത്. കൃത്യമായ ഒരു കമ്പനി ആവശ്യപ്പെട്ടത് 70 കോടിയായിരുന്നെങ്കിൽ ഒരാളുകൾ 106 കോടി രൂപയ്ക്കാണ് കൊടുത്തത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കുണ്ടാക്കിയ വീട്, അത് പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ടാക്കിയിട്ട് അവർക്ക് 300 കോടി രൂപയാണ് ഒരാളുകൾ സൊസൈറ്റിക്ക് കൊടുത്തത്. സമയത്തിന് വീടുണ്ടാക്കിയില്ല, വീടിന് സൗകര്യങ്ങൾ ഉണ്ടായില്ല, വീട് പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ടാക്കി. അങ്ങനെ ആ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പിരിച്ച 700ഓളം കോടി രൂപ എവിടെയെന്ന് വെച്ചാൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നിട്ടും ആകെ ഒരു വീടിന് മാക്സിമം വരുന്നത് അവിടെ ഉണ്ടാക്കിയ വീടിൻ്റെ നിലവാരം വെച്ച് 10 ലക്ഷമാണെങ്കിൽ അവർ എഴുതി ചേർത്ത് 20 ലക്ഷമാണ്. അങ്ങനെ 400 വീടിന് 80 കോടി രൂപയാണ് മൊത്തം വരിക. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം അവർക്ക് 300 കോടി രൂപ എടുത്തു. ഇന്നേ വരെ ഒരു പണിയും പൂർത്തിയാക്കിയിട്ടില്ല. അവർ താമസിക്കാൻ ഇതുവരെ പറ്റാത്തൊരവസ്ഥയിലാണ് ആ വീടുകളെല്ലാം നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇതാണ് കേരളത്തിൻ്റെ മൊത്തം സ്ഥിതി. എങ്ങനെ ഈ പണം ഊറ്റിയെടുക്കുക,
തട്ടിപ്പ് നടത്തുക എന്നുള്ളതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് പിണറായി വിജയനോ പാർട്ടിക്കോ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്ത വിധം അതമ്പതിച്ചു മാത്രമല്ല, ഈ നേതാക്കന്മാരെല്ലാം അഹങ്കാരത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലായിരുന്നു. അത് ഗോവിന്ദനായാലും പിണറായി ആയാലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. അത് ഇപ്പം എന്തായി? പാർട്ടി നശിച്ചു, നാരായണത്ത് കല്ലെടുത്തു. ഇനി അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിലുള്ള ചികിത്സാ രീതിയാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ഇല്ലെങ്കിൽ പാർട്ടി വിടുമെന്നുള്ള സൂചനയും ആ ലേഖനത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ടീച്ചർ CPM വിടാനുള്ള തീരുമാനം മനസ്സിൽ ചിലവരോട് തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന വസ്തുതകളും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.